എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രാസ്കാരൻ, പുണ്യാളൻ, നടികർ, തങ്കമണി, ഡൊമിനിക് ഹണ്ട് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT റിലീസ് സ്ഥിതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് 54321 എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസ്കാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഷൈനികമാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ മദ്രാസ്കാരൻ എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇന്നാണ് സിനിമയുടെ OTT റിലീസ്. ആഹ വീഡിയോസിൽ ഇന്ന് രാത്രി 12 മണിക്കാണ് മദ്രാസ്കാരൻ സിനിമയുടെ OTT റിലീസ്. തമിഴ് വെർഷൻ മാത്രമേ ഇന്ന് വരികയുള്ളൂ. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ജോൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയുടെ തെറി സിനിമയുടെ റീമേക്കാണ് ബേബി ജോൺ. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഇന്നാണ് റെന്റ് ഓപ്ഷനിൽ ബേബി ജോൺ OTT റിലീസ് ആയിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബേബി ജോൺ. കീർത്തി സുരേഷ്, വരുൺ ധവാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് പുണ്യാളന് ലഭിച്ചത്. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ പുണ്യാളൻ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്ക് തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ആമസോണിൽ പുണ്യാളൻ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി സിനിമയാണ്. നടികർ എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ നടികർ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ നടികർ എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നായകനായ സിനിമയായിരുന്നു തങ്കമണി. സിനിമ 8 നിലയിൽ പൊട്ടി. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോയത്. നിതാപള്ളിയാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ തങ്കമണി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 20 മുന്നേ തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷെയ്ൻ നിഗം, സണ്ണി വയനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ വേല സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ തന്നെ ആമസോൺ പ്രൈമിൽ സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 15-നായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഡൊമിനിക്. നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് ഡൊമിനിക്ക് ലഭിച്ചത്. ഒരു ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഗോകുൽ സുരേഷാണ് മമ്മൂട്ടിക്കൊപ്പം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിൽ ആമസോൺ പ്രൈമിൽ ഡൊമിനിക് എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരുന്ന് മടുത്ത സിനിമയാണ് ഹണ്ട്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം കുറെ നാളായി ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിട്ട് ഇതുവരെ റിലീസാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഈ മാസം തന്നെ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 15 മുന്നേ ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് മാർക്കോ. ഇപ്പോഴിതാ ഉണ്ണിമുഖത്തിന്റെ മാർക്കോ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫെബ്രുവരി 14-നാണ് മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. സോണി ലീവാണ് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർക്കോ ഇന്ത്യയിൽ മുഴുവനായിട്ടും ഹിറ്റായിട്ടുണ്ടായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ആസിഫ് അലി, അനശ്വര രാജൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സോണി ലീവ് രേഖാചിത്രം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ മാർച്ചിലായിരിക്കും OTT റിലീസ്. 1 മാസം ഒരു സിനിമ മാത്രമേ സോണി ലീവ് റിലീസാക്കൂ. ഈ മാസം മാർക്കോ സിനിമയുടെ റിലീസുണ്ട്. അതുകൊണ്ട് രേഖാചിത്രം മാർച്ചിലായിരിക്കും റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ ഒരു കോമഡി ഹൊറർ മൂവിയാണ് ഹലോ മമ്മി. ഐശ്വര്യ ലക്ഷ്മി, ഷറഫുദ്ദീൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്.
ഇപ്പോഴിതാ ഹലോ മമ്മി OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് മമ്മിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.